ബസുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 73കാരന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. അത് ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്തിലെ നടന്മാർ അഭിനയിക്കുന്നതിനേക്കാളും അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങൾ എല്ലാം ഭയങ്കരമായിരുന്നു. നമുക്ക് ഗംഭീരമായിട്ട് തന്നെയാണ് ബസൂക്ക എന്ന് പറയുന്ന പടം മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് യഥാർത്ഥം പറഞ്ഞാൽ ഇനിയും ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ചെറിയൊരു ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇത്രയും ഗംഭീരമായിട്ടാണ് ആ സ്റ്റണ്ട് സീനുകളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്തായാലും ഇനിയും ഒരു 10-20 വർഷത്തോളം അദ്ദേഹം ഇവിടെ നിറഞ്ഞാടും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അതിഗംഭീരമായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ബസുകയിൽ മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും ഭയങ്കരമായിരുന്നു. അത് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ അതിൽ നമ്മുടെ ആറാട്ടണ്ണനെയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു ഗംഭീര അദ്ദേഹത്തെ ഇപ്പൊ കണ്ടു, ഞാൻ കൈയൊക്കെ കൊടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിനും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെറിയൊരു സീന് അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബസുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഇവിടെ 100 കോടി ക്ലബ് എന്നൊക്കെ എമ്പുരാനിൽ തന്നെ ഇപ്പൊ ഭയങ്കര തള്ളിമറിച്ചൊക്കെയാണ് വിട്ടത്. പക്ഷെ എമ്പുരാനൊക്കെ ഒന്ന് ബോറടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ പറയാം. നന്നായിരുന്നു. നല്ല ടീമാണ്. മകനായിട്ട് ചെയ്യുന്ന നല്ല ടീമാണ്. നമുക്ക് അപ്പൊ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഗൗതമാഷ്ടമിനും സിദ്ധാർത്ഥ ഭരതനൊപ്പം അഭിനയിച്ചത് പടം കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, ലാഗ് ഒന്നും ഇല്ല. ഞാനിപ്പോ ബാഡ് ബോയ്സും പടം അഭിനയിച്ചിട്ട് നെഗറ്റീവ് കൊടുത്ത പാർട്ടിയാണ് ഞാൻ അഭിനയിച്ച പടം. പക്ഷെ ഇതിന് ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ കാരണം പടം അങ്ങനെ ലാഗ് ഒന്നും തോന്നിയില്ല. നല്ല പടമായിട്ട് തോന്നി. ഞാനും കൊണ്ട് പടം പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 73 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ ഒരു നിറഞ്ഞാട്ടം തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. കാറിന്റെ അടുത്ത് ഒരു ഫോട്ടോ ഇല്ലേ, അത് ഭയങ്കര ഒട്ടും പ്രായം തോന്നിക്കില്ല. ഇപ്പൊ എമ്പുരാനിൽ തന്നെ ഇബ്രാഹിം ഖുറേഷിന്റെ റോള് ശരിക്കും ഏറ്റവും യോജിക്കുന്ന മമ്മൂക്കയാണ്. ഇവിടെ 100 കോടി 200 കോടി എന്നൊക്കെ ഒരുപാട് തള്ളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഡയറക്ടർ സുരേഷ് കുമാർ പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ 100 കോടി 200 കോടികളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. ഇത് എത്ര പോകുന്നതാണ് താങ്കൾക്ക്? ബസൂക്ക ഒരു 50 കോടി ക്ലസ്സായി. 50 കോടി ഓക്കെ. യഥാർത്ഥം പറഞ്ഞാൽ ഏതെങ്കിലും പടം 100 കോടി പോയിട്ടുള്ളതായിട്ട് അറിയൂ? അത് പറയാനും മാത്രമേ ഉള്ളൂ. ശരിക്കും പ്രൊഡ്യൂസറിന് വലിയ കാശും കിട്ടുന്നില്ല. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡയറക്റ്റ് തിയേറ്ററിൽ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ പക്ഷെ വളരെ ചെറിയ എമൗണ്ട് പ്രൊഡ്യൂസറിന് കിട്ടും. ഇപ്പൊ പുലിമുരുകൻ ഡയറക്ടർ ആൾക്ക് പോലും വലിയ ലാഭം എന്ന് പറയാം. പറയാനുള്ളത് ഒരുപാട് ആണുങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവപ്പെടുന്നത്. സ്ത്രീകളെ ചിലപ്പോൾ ലൈംഗികമായിട്ട് ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരുപാട് പെണ്ണുങ്ങൾ ആണുങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെൻസ്ട്രുവേഷൻ വേണമെന്ന്. കാരണം ഇപ്പൊ എന്റെ തന്നെ അനുഭവം പറയും. ട്രാൻസ്ജെൻഡർ കേസ് എന്റെ പേരിൽ വന്നു. ഞാൻ ആളെ കണ്ടിട്ടുള്ളൂല്ല, ആ വ്യക്തിയെ കണ്ടിട്ടുള്ളൂല്ല. അപ്പൊ ഇപ്പൊ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായതുകൊണ്ട് അത് ഒരുപാട് ഒരു മിസ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ സ്ഥാനത്ത് മെൻസ്ട്രുവേഷൻ വന്ന് വളരെ നന്നായി. കാരണം ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ വേണം. കാരണം ഒരു വിഷയം എല്ലാവരും പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കില്ല, ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കില്ല. അത് മീഡിയ പോലും പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത്, റിപ്പോർട്ട് ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാനത് ഒത്തിരി ഇപ്പൊ 18 വർഷം കഴിഞ്ഞു നമ്മുടെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണ് കുറച്ച് മാധ്യമ ശ്രദ്ധ കിട്ടുകയും ചാനൽ ചർച്ചകളിൽ വിളിക്കുകയൊക്കെ ചെയ്തത്. അതൊക്കെ നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ സ്വാധീനവും കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അതൊന്നും മെയിൻ ചെയ്യാറില്ല. അതാണ് സത്യം.